കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോഴും രാഹുലാണെങ്കിൽ പാലക്കാട്ടെ പാർട്ടി പരിപാടികളിലേക്ക് എത്തുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നുണ്ട്. അവിടെയുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നു. പാലക്കാട്ടെ ചില പ്രാദേശിക നേതാക്കളും ചില ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. ഇങ്ങനെ ഈ പുതിയ ചാറ്റുകളും ശബ്ദരേഖകളും ഒക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയാത്ത നിലയുണ്ടല്ലോ ഉമേഷ് ബാലകൃഷ്ണൻ. തീർച്ചയായും KPCC അധ്യക്ഷൻ ഇപ്പോൾ താൻ ഈ ഓഡിയോ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. താൻ ഈ ഓഡിയോ ശ്രദ്ധിച്ചിട്ടില്ല, താൻ ഈ ഓഡിയോ കേട്ടിട്ടില്ല എന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതുവരെ ഒരു ന്യായീകരിച്ചൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഒന്നിച്ചൊരു വേദി പങ്കിടാൻ പോലും VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതിലുപരി എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും സജീവമായി പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്കൂട്ടിക്കും എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഘട്ടത്തിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗം പോലും അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമല്ല എങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിച്ചും കോൺഗ്രസിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സ്ഥലത്തും സൂക്ഷ്മ പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നീ ചോദ്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞ് മതിയാകൂ. ഒപ്പം പാലക്കാടത്തെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ആദ്യമായി പുറത്തു വന്നിരിക്കുന്ന കമന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വിശദീകരണം, ആ ഓഡിയോ കേട്ടിട്ടില്ല. അതാണ് സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിശദീകരണം. താൻ ആ ഓഡിയോ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും CPM അത് രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPM എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളുന്നുണ്ട്, നേരത്തെ തള്ളുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്കിലാക്കിക്കൊണ്ടാണ് കൂടുതൽ ശബ്ദ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തുവരുന്നത്. യുവതിയെ ഗർഭിണിയാകാൻ രാഹുൽ നിർബന്ധിക്കുന്നതും ഗർഭിണിയായപ്പോൾ പിന്നീട് നിലപാട് മാറ്റി സംസാരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രോശിക്കുന്നതും ക്രൂരമായ സമീപനത്തോടുകൂടി പെരുമാറുന്നതുമൊക്കെയാണ് ആ ശബ്ദ സംഭാഷണത്തിൽ ഉള്ളത്, ആ വാട്സാപ്പ് ചാറ്റുകളിലുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.